ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുമ്പോൾ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. ആരാകും ഇത്തവണ ഗോൾഡൻ ബൂട്ട് ജേതാവ്? മികച്ച ഗോൾ വേട്ടക്കാരൻ ആരാകുമെന്നത് പ്രവചനാതീതമാവുകയാണ്. ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും ഹാരി കെയ്നും ഗോളടിച്ച് കരുത്തു കാട്ടുകയാണ്. ലയണൽ മെസ്സി 8 ഗോളും 1 അസിസ്റ്റുമായി മുന്നിട്ട് നിൽക്കുമ്പോൾ എംബാപ്പെ 7 ഗോളും 2 അസിസ്റ്റ് നടത്തി തൊട്ടു പിന്നിലുണ്ട്. നോർവേയുടെ എർലിംഗ് ഹാലൻഡ് 7 ഗോളോടെ 3-ാം സ്ഥാനത്താണുള്ളത്. ഇംഗ്ലണ്ട് നായകനായ ഹാരി കെയ്ൻ 6 ഗോളും 1 അസിസ്റ്റുമായി പിന്നാലെ തന്നെയുണ്ട്. ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ ഇപ്പോഴൊരു റെക്കോർഡ് കൂടി പിറന്നിരിക്കുകയാണ്. ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടത്തിൽ 3 താരങ്ങൾ 7 ഗോളുകൾ നേടുന്നത് ഇതാദ്യമായാണ്. ഇത്തവണ എല്ലാ പ്രധാന താരങ്ങളും ഒരുപോലെ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് ആരെടുക്കുമെന്ന് പറയാൻ സാധിക്കില്ല. 2022 ലോകകപ്പിൽ മെസ്സിയും എംബാപ്പയും 7 ഗോളുകളിൽ കൂടുതൽ നേടിയിരുന്നു. എന്നാൽ 3 താരങ്ങൾ ഈ നേട്ടത്തിലേക്ക് എത്തുന്നത് ഇതാദ്യമായാണ്. ഒരു ലോകകപ്പിൽ കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് ഫ്രാൻസിന്റെ ഫോണ്ടൈൻ്റെ പേരിലാണ്. 1958 6 മത്സരത്തിൽ നിന്ന് 13 ഗോളാണ് അദ്ദേഹം നേടിയത്. ഇത് ഇത്തവണ ആരെങ്കിലും തകർക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അർജന്റീനക്കൊപ്പം ഇത്തവണ കളിച്ച മത്സരങ്ങളിലെല്ലാം ഗോളടിച്ചാണ് മെസ്സിയുടെ വരവ്. മികച്ച ഫോമിൽ മെസ്സി പന്ത് തട്ടുന്നുണ്ട്. ഫൈനലിലേക്ക് ഇത്തവണ അർജന്റീന എത്തുകയും ഇതേ ഫോം മെസ്സി നിലനിർത്തുകയും ചെയ്താൽ തൻ്റെ അവസാന ലോകകപ്പിൽ ഒരു ലോകകപ്പിൽ കൂടുതൽ ഗോൾ എന്ന നേട്ടം സ്വന്തമാക്കാൻ മെസ്സിക്ക് സാധിച്ചേക്കും. ഫ്രാൻസിൻ്റെ എംബാപ്പയും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഫ്രാൻസിനും ഇത്തവണ ഫൈനൽ സാധ്യതകൾ ഏറെയാണ്. എംബാപ്പെ ഇതേ ഫോമും ഫ്രാൻസ് ഇതേ കുതിപ്പും തുടർന്നാൽ എംബാപ്പയ്ക്കും ഈ റെക്കോർഡിലേക്ക് എത്താൻ സാധിച്ചേക്കും. മെസ്സിയും എംബാപ്പയും മാത്രമാണ് ഒന്നിലധികം ലോകകപ്പുകളിൽ 7 ഗോളുകൾ നേടുന്നത്. 2022 എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടിയത് 8 ഗോളുകൾ നേടിയാണ്. ഇതിൽ ഫൈനലിലെ ഹാട്രിക്കും ഉൾപ്പെടും. ഇതേ ഫോം ഇത്തവണയും നിലനിർത്താൻ എംബാപ്പയ്ക്ക് സാധിക്കുന്നുണ്ടെന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നോർവേ താരം എർലിംഗ് ഹാലൻഡിനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമാവില്ല. അടുത്ത മത്സരത്തിൽ നോർവേയും ഇംഗ്ലണ്ടുമാണ് ഏറ്റുമുട്ടുന്നത്. ക്വാർട്ടറിലെ ഈ പോരാട്ടത്തിൽ ആരാവും അതിജീവിച്ച് മുന്നോട്ട് വയ്ക്കുന്നത് കണ്ടറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹാലൻഡ്, കെയ്ൻ എന്നിവരിൽ ഒരാൾക്ക് മാത്രമാകും മുന്നോട്ട് പോകാൻ സാധിക്കുക. പോരാട്ടങ്ങൾക്കെടുക്കവേ ആരാവും ഇത്തവണ ഗോൾഡൻ ബൂട്ടിലേക്ക് എത്തുന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും പോരാട്ടം തീപറന്ന കാര്യം നിസ്സംശയം പറയാം. ചരിത്രത്തിലെ വാശിയേറിയ ഒരു ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിനാണ് ഈ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരു വശത്ത് റെക്കോർഡുകൾ ഒന്നൊന്നായി തിരുത്തി കുറിക്കാൻ മെസ്സിയും എംബാപ്പയും കട്ടക്ക് നിൽക്കുമ്പോൾ മറുവശത്ത് കെയ്നും ഹാലൻഡും കടുത്ത വെല്ലുവിളിയായി തൊട്ടു പിന്നിലുണ്ട്. ക്വാർട്ടർ ഫൈനലിലെ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇതിൽ ആരുടെയെങ്കിലും ഒരാളുടെ സ്വപ്നങ്ങൾക്ക് അന്ത്യം കുറിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഫോണ്ടൈൻ്റെ ആ ചരിത്ര റെക്കോർഡ് തകർക്കാൻ ഇവരിൽ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് കണ്ടറിയണം. മെസ്സി തൻ്റെ കരിയറിലെ അവസാന ലോകകപ്പിൽ സുവർണ്ണ പതക്കം സ്വന്തമാക്കുമോ അതോ എംബാപ്പെ നിലനിർത്തുമോ? പ്രവചനങ്ങൾക്കെല്ലാം അപ്പുറമാണ് കാര്യങ്ങൾ. കളി ഇനിയാണ് മുറുകാൻ പോകുന്നത്. കാത്തിരിക്കാം ഈ ഫുട്ബോൾ മാമാകത്തിൻ്റെ ഒടുവിൽ ഗോൾ വേട്ടക്കാരുടെ രാജാവായി ആര് കിരീടം ചൂടുമെന്ന് കാണാൻ.